നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ. പിന്നെ ഷൈനിങ് ഫോർ വൺ തിങ് എന്ന് പറയുന്ന ഡ്രാമയുടെ എപ്പിസോഡ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന് വലിയ വ്യൂസ് ഒന്നുമില്ല, പക്ഷേങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്തല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തന്നെ അതിന് സപ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ ചാനൽ ഒന്ന് ഗ്രോത്ത് ആക്കി തരണം. അപ്പോൾ അധികം ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇന്നലത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗമായിരിക്കും. നമ്മളെ ചെക്കനാണെങ്കിൽ പറയും, നിനക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് വന്നാൽ മതി, ആരെങ്കിലും ബുള്ളി ആയിട്ടുണ്ടെങ്കിലും നീ എൻ്റെ അടുത്ത് പറയണമെന്ന് പറയേ. നമ്മളെ പെണ്ണാണെങ്കിൽ ഇത് ഭയങ്കര ഹാപ്പി ആയിട്ട് കേട്ട് നിൽക്കുന്ന അതേ ടൈം ആയിരിക്കും അവനാണെങ്കിൽ അവളെ കൈമിലത്തെ ആ ഒരു സ്ട്രോ വാങ്ങുന്നുണ്ടാവും. അവന് ഷേക്ക് കുടിക്കണമെങ്കിൽ ആ ഒരു സ്ട്രോ വേണമല്ലോ. പക്ഷെങ്കിൽ അതിൻ്റെ അറ്റത്താണെങ്കിൽ ഇതുപോലത്തെ ഒരു ലവിൻ്റെ ചിഹ്നം ഉണ്ടാവുന്നുണ്ടാവും. നമ്മളെ പെണ്ണിനാണെങ്കിൽ അത് കാണുമോ ഇല്ലേലും സോളാവും. കാരണം എന്നാൽ ലവിൻ്റെ ചിഹ്നമല്ലേ, അതിൻ്റെ അർത്ഥം ഇവളിങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ഇവൻ്റെ മനസ്സിൽ ഇവളോടൊരു ലവ് ഉണ്ട് എന്നായിരിക്കും. നമ്മളെ പെണ്ണ് അതും കൂടി കാണുന്ന ടൈം ഭയങ്കര ഹാപ്പി ആകും. അവളാണെങ്കിൽ ഓഫീസിൽ വന്നിട്ട് ഇരിക്കുന്ന ടൈമായിരിക്കും നമ്മളെ ഫെയിലെ. അവനാണെങ്കിൽ ഇവളോട് പറഞ്ഞിട്ടുണ്ടാവും നമ്മളെ ചെക്കന് ഷഫിൾ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ഫുഡ് ഉണ്ട്, അതിൻ്റെ സ്പെല്ലിംഗ് എന്താണെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല, സ്പെല്ലിംഗ് അല്ല പ്രൊണൗൺസേഷൻ, അത് ഞാൻ ഇവിടെ എഴുതി കാണിച്ചാൽ ആ ഒരു ഫുഡ് നമ്മളെ ചെക്കൻ ഇഷ്ടമാണെന്ന്. ഇവളാണെങ്കിൽ ആലോചിക്കും നൈറ്റ് ആണെങ്കിൽ ലൈവിന് പോകുന്നതിനും കാട്ടി മുന്നേ കുറച്ച് ടൈമുണ്ട്, ആ ഒരു ടൈം പോയിട്ട് അവന് വേണ്ട ആ ഒരു ഷഫിൾ വാങ്ങാമെന്ന് ആലോചിച്ചിട്ട് നേരെ വാഷ്റൂമിൽ പോകുക. വാഷ്റൂമിൽ പോയിട്ടായിരിക്കും ഇവളാണെങ്കിൽ ഇവളെ ഗെറ്റപ്പേ മാറ്റുന്നുണ്ടാവും. പറഞ്ഞു കഴിഞ്ഞാൽ വാഷ്റൂമിൽ ആദ്യം പോയ അവളായിരിക്കില്ല തിരിച്ചു വരുന്നുണ്ടാവും, ടോട്ടലി ചേഞ്ച് ആയിരിക്കും. എന്നിട്ട് അവള് ഭയങ്കര ഹാപ്പിയിൽ പുറത്തേക്ക് പോകുന്നുണ്ടാവും. ഇതേ ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ ആ ഒരു ഷഫിൾ വാങ്ങേണ്ടിട്ട് ഒരു ഷോപ്പിൽ പോകുക. അപ്പൊ അവനാണെങ്കിൽ അത് അവിടെ തീർന്നെന്ന് പറിച്ച് കിട്ടുന്നുണ്ടാവില്ല. ഇതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും, ഓ മൈ ഗോഡ് വാട്ട് എ കോയിൻസിഡൻസ്, നിനക്കും ഈ ഒരു ഷഫിളാണോ വേണ്ടത്, എന്റെ കൈമിലാണെങ്കിൽ എക്സ്ട്രാ ഉണ്ട്, ഇത് നീ എടുത്തോന്ന് പറയുന്നുണ്ടാവും. പക്ഷേ അവനാണെങ്കിൽ അവളെ മൈൻഡേ ആക്കുന്നുണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് അവളാണെങ്കിൽ അവന്റെ പിന്നാലെ തന്നെ ഫ്ലേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മളെ ചെക്കനാണെങ്കിൽ അവളെ മൈൻഡേ ആക്കുന്നുണ്ടാവില്ല. പിറ്റേ ദിവസം ആകുകയെ നമ്മളെ പെണ്ണിന്റെ ജോബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാരെ എല്ലാവരും ഫോട്ടോസ് കൊടുക്കാം. മനുഷ്യന്മാരെല്ലാം മൃഗങ്ങളെയും വേണമെങ്കിൽ എടുക്കേ, എന്നിട്ട് അവരുടെ ഫീലിങ്സ് ഇല്ല ആ ഒരു ഫീലിങ്സ് ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും. അതായത് ചിലവർ സങ്കടത്തിലായിരിക്കും, ചിലവർ സന്തോഷത്തിലായിരിക്കും, ദേഷ്യമുള്ളവരുണ്ടാവുമായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യാനായിരിക്കും. കാരണം നമ്മളെ ചെക്കനാണെങ്കിൽ ഒരു AI കമ്പനി ആണല്ലോ ഇനി തുടങ്ങാൻ പോകുന്നത്. അപ്പൊ അതിന് ഇമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലുതായിട്ടുള്ളൊരു കാര്യമല്ലേ, അതുകൊണ്ടായിരിക്കും ഇവക്ക് ഇങ്ങനത്തെ ഒരു ജോബ് കിട്ടിയിട്ടുണ്ടാവുക. അവളാണെങ്കിൽ ആ ഒരു സ്ട്രീറ്റിലത്തെ എല്ലാ ആൾക്കാരെയും അവൾക്ക് പറ്റുന്ന രീതിയിലത്തെ ഇമോഷൻസ് ആണെങ്കിൽ എടുക്കുന്നുണ്ടാവുമായിരിക്കും. അവളാണെങ്കിൽ ഭയങ്കര ഹാപ്പിയിൽ അവളെ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ടൈമായിരിക്കും ആരോ ഒരാൾ അവളെ ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ പറയുന്നുണ്ട്, അപ്പൊ നീ വേഗം R&D ഡിപ്പാർട്ട്മെന്റിലേക്ക് വരണം, ഇപ്പൊ ഒരു അർജന്റ് ആയിട്ടുള്ള മീറ്റിംഗ് നടക്കാൻ പോകുന്നുണ്ട് എന്ന് പറയേ. അവളാണെങ്കിൽ എന്നാ ഏതാന്നൊക്കെ ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ഒന്നും പറയുന്നുണ്ടാവില്ല, വേഗം ഇങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് മാത്രമായിരിക്കും പറയുക. അവളാണെങ്കിൽ ഓഫീസിൽ എത്തുന്ന ടൈം മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ടാവുമായിരിക്കും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പോ ഒരു പ്രൊജക്ട് ചെയ്യാൻ പോകുന്നില്ല. ആ ഒരു പ്രൊജക്റ്റിനാണെങ്കിൽ ഒരു ഡിസൈൻ ഉറപ്പായിട്ടുണ്ടാവുമല്ലോ. ആ ഒരു ഡിസൈൻ ആണെങ്കിൽ ഓക്കെ അല്ല എന്നത് നമ്മളെ ഗു ആരെയാണോ പ്രൊജക്ട് ഏൽപ്പിച്ചത് അവര് പറയുന്നുണ്ടാവുമായിരിക്കും. അതുകൊണ്ട് ഈ ഒരു പിള്ളറോടാണെങ്കിൽ ആ ഒരു എഞ്ചിന്റെ ഡിസൈൻ മാറ്റിയിട്ട് ഒന്നും കൂടി ചെയ്യാൻ പറയുന്നുണ്ടാവുമായിരിക്കും. തൊപ്പിക്കാണെങ്കിൽ ദേഷ്യം പിടിക്കുക. അവനാണെങ്കിൽ പറയും, എന്ത് എന്നും റീക്രിയേറ്റ് ചെയ്യണം, നിനക്കൊരു കാര്യമല്ല, 6 മാസമായി നമ്മൾ അതിന്റെ പിന്നാലെ തന്നെ നടത്തിച്ചാണ് അങ്ങനത്തെ ഒരു ഡിസൈൻ നമ്മൾ കണ്ടുപിടിച്ചത്, അതിന് മാറ്റി റീക്രിയേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂടി പറ്റുന്ന കാര്യമല്ല എന്ന് പറയുക. അതേ ടൈം ഗു ആണെങ്കിൽ പറയും, നമുക്ക് വേണ്ടത് നല്ലൊരു ഔട്ട്പുട്ടാണ്, അതുകൊണ്ട് ആ ഒരു എഞ്ചിന്റെ ഡിസൈൻ ആണെങ്കിൽ മാറ്റി വരച്ചേ പറ്റുള്ളൂ, ഇതിന്റെ ഫൈനൽ ഡിസിഷൻ ആണെന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് എണീച്ചിട്ട് പോകുന്നുണ്ടാവുമായിരിക്കും. തൊപ്പിക്കും അവന്റെ ടീമിലത്തെ എല്ലാവർക്കും ആണെങ്കിൽ ദേഷ്യ സങ്കടം എല്ലാം ഉണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മളെ പെണ്ണാണെങ്കിൽ ഇപ്പൊ ഇവിടെ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, അങ്ങനത്തെ ഒരു ഭാവത്തിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അവളാണെങ്കിൽ തൊപ്പിനോട് ചോദിക്കുന്നുണ്ടാവും. തൊപ്പിയാണെങ്കിൽ കമ്മാന്നുള്ളൊരു അക്ഷരം മിണ്ടുന്നുണ്ടാവില്ല. അപ്പൊ നമ്മൾ ആ ഒരു കണ്ണട ചെക്കനിലെ അവനാണെങ്കിൽ പറയും, ഇങ്ങനെ ഒരു എഞ്ചിൻ ഉണ്ട്, ഒരു എഞ്ചിന്റെ ഡിസൈൻ നമ്മൾ ഓൾറെഡി വരച്ചതാണ്, പക്ഷെങ്കിൽ ഗു ആണെങ്കിൽ അത് പിന്നെയും റീഡിസൈൻ ചെയ്യാനാണ് നമ്മളോട് പറയുന്നതെന്ന് പറയും. അവക്കാണെങ്കിൽ അവൻ പറയുന്ന ഒന്നും മനസ്സിലാകാത്തത് കൊണ്ട് അവളാണെങ്കിൽ തൊപ്പിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കുക. തൊപ്പിയാണെങ്കിൽ എപ്പോ ഉള്ളതുപോലെ തന്നെ ഇവളെ കളിയാക്കുന്ന രീതിയിലായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. നമ്മളെ പെണ്ണും സോറി ഒരു ഭാവത്തിൽ നിൽക്കുന്ന ടൈം ഷീയില്ലേ, അവനാണെങ്കിൽ വന്നിട്ട് എന്തെല്ലോ പറഞ്ഞു കൊടുക്കേ. അവളാണെങ്കിൽ എനിക്ക് മനസ്സിലായി എന്നുള്ള രീതിയിൽ അവനോട് തലയാട്ടിട്ട് മനസ്സിൽ പറയൂ, ശരിക്കും ഇവരെല്ലാം പ്രശ്നം എന്നാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, പക്ഷെങ്കിൽ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറയുന്നുണ്ടാവുമായിരിക്കും. ഇവക്ക് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, ഇവള് ഒരു കഷ്ടപ്പാടും പെട്ടിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് അവർക്ക് അതിന്റെ ഒരു വാല്യൂ മനസ്സിലാവാത്തത്. എല്ലാരും അവരവരെ വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ടാവുമായിരിക്കും. ലാസ്റ്റ് നമ്മളെ പെണ്ണായിരിക്കും പോകുന്നുണ്ടാവുക. കാരണം ഇവള് മാറ്റിയിട്ട് ആ ഒരു ലൈവിന് പോകുന്ന കാര്യം ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവള് തീർന്നല്ലോ. അതുകൊണ്ട് അവൾ നേരെ വാഷ്റൂമിൽ പോകുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം ഇവരെ കമ്പനിയിലെ ഒരു മാനേജർ പെണ്ണുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു പെണ്ണാണെങ്കിൽ അവിടെ ഉണ്ടാവുമായിരിക്കും. നമ്മളെ പെണ്ണാണെങ്കിൽ വാഷ്റൂമിൽ കയറിയിട്ട് കുറേ ടൈമായിട്ട് പുറത്ത് വരാത്തത് കാണുന്ന
ടൈം മാനേജർ പെണ്ണാണെങ്കിൽ ചോദിക്കും എന്നാ മോളെ പറ്റിയത്, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുക. അതേ ടൈം അവളാണെങ്കിൽ പറയും അത് വല്ലാണ്ട് വയറ്റിന് എന്തോ ഒരു കുഴപ്പമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാഷ്റൂമിൽ പോകേണ്ട ഒരു അവസ്ഥയാണെന്ന് പറയുക. അപ്പൊ മാനേജർ പെണ്ണിന് സങ്കടാവുന്നുണ്ട്. അവർക്ക് പെണ്ണാണെങ്കിൽ മാനേജർ പെണ്ണ് പുറത്ത് പോയോന്ന് ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട്. അവർക്ക് മാനേജർ പെണ്ണാണെങ്കിൽ എന്ത് ചെയ്യും, നേരെ ഗൂന്റെ അടുത്ത് പോയിട്ടാണെങ്കിൽ പറയും ഗൂ നമ്മുടെ AC ന്നാണെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള കാറ്റാ വരുന്നത്, ഇന്നലെ ആണെങ്കിൽ എന്റെ സ്കിന്ന് മൊത്തം പ്രോബ്ലം ആയിരുന്നു. എന്നാണെങ്കിൽ ആ ഒരു ഡേ പെണ്ണില്ലേ ഇടയ്ക്കിടയ്ക്ക് വാഷ്റൂമിൽ പോയിന് അവക്കും ഇതുപോലെ ലൂസ് മോഷൻ ആയിട്ടാ തോന്നുന്നത്, അതുകൊണ്ട് നമുക്ക് ഈ ഒരു AC മാറ്റിയേ പറ്റുള്ളൂ എന്ന് പറയേ. അപ്പൊ നമ്മൾ ഡേന്റെ പേര് കേൾക്കുന്ന ടൈം ഗൂ ആണെങ്കിൽ AC മാറ്റിക്കോ എന്നുള്ള രീതിയിലത്തെ ഒരു അപ്രൂവൽ കൊടുക്കുന്നുണ്ടാവും. എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ പെണ്ണാണെങ്കിൽ അവളെ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് പുറത്തേക്ക് വരുന്ന ടൈം ആയിരിക്കും. അതേ വാഷ്റൂമിലാണെങ്കിൽ ഗൂ വരുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ അവക്കാണെങ്കിൽ ഒരു ഐഡിയ കത്തും. കാരണം അവളെ ഫ്രണ്ട് ആണെങ്കിൽ അവളോട് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും, നീ ഇങ്ങനെ ചെക്കന്മാരടുത്ത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ട് നിന്നോട് ഇഷ്ടം തോന്നില്ല, നീ കുറച്ച് റൂഡായിട്ട് കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ നിന്റെ പിന്നാലെ തന്നെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. നമ്മളെ പെണ്ണാണെങ്കിൽ നേരെ ഗൂന്റെ അടുത്ത് പോയിട്ട് അവളെ നമ്പർ എഴുതിയിട്ട് അവന്റെ പോക്കറ്റിൽ വെച്ചിട്ടാണെങ്കിൽ പറയും എനിക്ക് നിന്നെ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് കാണണം, ഇതാ എന്റെ നമ്പർ, വേഗം അങ്ങോട്ടേക്ക് വന്നോളണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ പെണ്ണ് ഭയങ്കര റൗഡി ഷോ നടത്തുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് അവളാണെങ്കിൽ അവിടുന്ന് പോകും. പക്ഷെങ്കിൽ അവനാണെങ്കിൽ എപ്പത്തെ പോലെ തന്നെ ഇവളെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്, ഇവളെന്തിനാ എനിക്ക് നമ്പർ തന്നത് ഇനിയൊക്കെ തിങ്കാക്കിയിട്ട് അവള് കൊടുത്ത ആ ഒരു ടിഷ്യൂ ഇല്ല ആ ഒരു പേപ്പറിനെ കൊണ്ട് തന്നെ അവന്റെ കൈ തുടച്ചിട്ട് അവിടെ ചാടാൻ നോക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷെങ്കിൽ ഇതേ ടൈം അവിടെ വേസ്റ്റ് ബാസ്ക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് ആണെങ്കിൽ ആ ഒരു പേപ്പർ അവന്റെ കീശയിലിട്ടിട്ട് അവനൊരു ഫ്രണ്ടിനെ കാണാൻ പോകും. ഈ ഒരു ഫ്രണ്ട് ആണെങ്കിൽ വേറെ എവിടുന്നോ ഇന്ന് വന്നതായിരിക്കും. അപ്പൊ ഇവനെ കൂട്ടാൻ നമ്മളെ ഗൂ പോകാത്തത് കൊണ്ട് തന്നെ ഗൂനോട് അതിന്റെ പരാതി ഇങ്ങനെ പറഞ്ഞു ഓടി നിൽക്കുന്നതായിരിക്കും. അതേ ടൈം ആയിരിക്കും നമ്മളെ ഗൂന്റെ കൈവിലുള്ള ആ ഒരു ടിഷ്യൂ ആണെങ്കിൽ ഇവൻ കാണുന്നുണ്ടാവും. കണ്ടപാട് ഇവനാണെങ്കിൽ എടുത്തിട്ട് അതിങ്ങനെ മണപ്പിച്ച് നോക്കി. അപ്പൊ അതേ ടൈം ഇവനാണെങ്കിൽ മനസ്സിലാക്കും ഇതിങ്ങനെ ലിപ്സ്റ്റിക്കിനെ കൊണ്ട് എഴുതിയതാണെന്ന്. അപ്പൊ ഇവനാണെങ്കിൽ 100 ചോദ്യം ചോദിക്കുന്നുണ്ടാവും, ഏതാണ് ഈ ഒരു പെണ്ണ്, ഞാൻ ഇല്ലാത്ത ടൈം നീ ആരുമായിട്ട് ഡേറ്റിംഗ് ചെയ്തത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. പക്ഷെ നമ്മളെ ഗൂ ആണെങ്കിൽ എന്തെങ്കിലും മറുപടി കൊടുക്കും, അവനാണെങ്കിൽ ഒന്നും പറയുന്നുണ്ടാവൂല. നമ്മളെ പെണ്ണാണെങ്കിൽ ലൈവ് പോയിക്കൊണ്ട് നിൽക്കുന്നതായിരിക്കും. അതിലാണെങ്കിൽ ഓരോരുത്തന്മാര് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ പെണ്ണ് അതിനെല്ലാം പക്കയായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം ആയിരിക്കും അവളാണെങ്കിൽ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ ഗൂല്ലേ അവന്റെ അക്കൗണ്ടിൽ നിന്നാണെങ്കിൽ അവക്കൊരു മെസ്സേജ് വരുന്നുണ്ടാവുമായിരിക്കും. അങ്ങനെ ലൈവ് എല്ലാം കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ ആ ഒരു മെസ്സേജ് നോക്കുന്ന ടൈം അതിലാണെങ്കിൽ ഉണ്ടാവുമായിരിക്കും നിന്നെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ്, അത് മാത്രമല്ല നിന്റെ വോയിസ് അതെനിക്ക് പറയാൻ വരെ അറിയില്ല, അത്രക്ക് ക്യൂട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് പൊന്തിച്ചിട്ട് പറയുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ പെണ്ണിനാണെങ്കിൽ ഗൂവിന്റെ കയ്യിൽ നിന്ന് ഒരു മെസ്സേജ് കിട്ടുകയെന്ന് വെച്ചാൽ അതിനെയും കാട്ടി വലിയൊരു സന്തോഷം വേറെ ഇല്ലല്ലോ. പക്ഷെങ്കിൽ ഇതേ ടൈം ആയിരിക്കും റിയാലിറ്റി നമുക്ക് മനസ്സിലാവുന്നുണ്ടാവുക. നമ്മളെ ഗൂ ആയിരിക്കൂല, നമ്മളെ ചെക്കനില്ല, അതായത് ഗൂവിന്റെ ഫ്രണ്ട്, അവന്റെ പേര് ഹാൻ എന്നായിരിക്കും. ഇനി മുതൽ നമുക്ക് അവനെ ഹാൻ എന്ന് വിളിക്കാം. അപ്പൊ ഈ ഒരു ഹാൻ ചെക്കൻ ആയിരിക്കും നമ്മളെ പെണ്ണിനാണെങ്കിൽ മെസ്സേജ് അയക്കുന്നുണ്ടാവുക. പക്ഷെങ്കിൽ ഇവ മെസ്സേജ് അയക്കുന്ന കാര്യമൊന്നും നമ്മളെ ഗൂന് അറിയില്ലായിരിക്കും. അപ്പൊ ഇവരുടെ ചിരിയും കളിയെല്ലാം കാണുന്ന ടൈം ഗൂ ആണെങ്കിൽ എന്നാടെ പരിപാടി എന്ന് ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷെങ്കിൽ അവനാണെങ്കിൽ അതിനുള്ള ഒരു മറുപടി കൊടുക്കൂല. നമ്മളെ ഗൂ ആണെങ്കിൽ പറയും എന്നാ പിന്നെ വാ ലാപ്ടോപ്പ് അടിച്ചിട്ട് വീട്ടിലേക്ക് പോകാലോ എന്ന് പറയാം. അങ്ങനെ രണ്ടാളും വീട്ടിൽ പോകുന്ന ടൈമും നമ്മളെ ചെക്കനാണെങ്കിൽ ആ ഒരു വീട് മൊത്തം ഇങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ടാവും. ഒരിക്കൽ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ തെളിവാറ്റം ഉണ്ടോ എന്ന് നോക്കേണ്ടിട്ടായിരിക്കും. പക്ഷേ അവരാണെങ്കിൽ ഒന്നും കിട്ടുന്നുണ്ടാവില്ല. എന്റെ ഹാൻ ആണെങ്കിൽ ഗൂന്റെ അടുത്ത് വന്നിട്ട് അവന്റെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവും. ഒരിക്കൽ ഗൂ ആണെങ്കിൽ ഒന്നും വിട്ടു പറയില്ലല്ലോ, അവൻ അങ്ങനത്തെ സ്വഭാവമാണല്ലോ. ഇങ്ങനെ നമ്മൾ കാണുന്നത് നമ്മളെ പെണ്ണാണെങ്കിൽ ഓഫീസിൽ നിൽക്കുന്ന ടൈം അവളെ ഫ്രണ്ട് ആണെങ്കിൽ അവളെ വിളിക്കുന്നുണ്ടാവും. ഒരിക്കൽ എന്നിട്ട് അവനാണെങ്കിൽ പറയും എടി നീ ഇങ്ങനെ മാത്സിൽ ഫെയിൽ ആയിട്ടുള്ളത്, 1 മാസത്തിനുള്ളിൽ ആ ഒരു എക്സാം നീ ഒന്നും കൂടി എഴുതിയിട്ട് ജയിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നീ ആണെങ്കിൽ ഈ ഒരു പ്രാവശ്യത്തെ ഗ്രാജുവേഷനിലെ അതിൽ ഫെയിൽ ആവൂന്ന് പറയേ. ഇത് കേൾക്കുന്ന ടൈം നമ്മളെ പെണ്ണിന് ടെൻഷൻ ആവുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ ഇത് കേട്ടോണ്ട് തൊപ്പി അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ തൊപ്പി ആണെങ്കിൽ പറയും എന്ത് നീ ഫെയിൽ ആയ, ഈ ഒരു കമ്പനിയിലത്തെ എല്ലാവരും ഭയങ്കര ഹൈ ഐക്യ ഉള്ള ആൾക്കാരെന്ന്, നീ മാത്രം എന്താ ഇങ്ങനെ നിന്നെ പോലത്തെ ഒരാളെങ്ങനെ നീ ഒരു കമ്പനിയിൽ വന്നത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് തരം താഴ്ത്തി സംസാരിക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും പ്ലീസ് ഈ ഒരു കാര്യം നീ ആരോട് പറയല്ലേ എന്നൊന്ന് പറയുന്നുണ്ടാവുമായിരിക്കും. തൊപ്പിയാണെങ്കിൽ പറയും ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊന്ന് പറഞ്ഞിട്ട് അവൻ പോകാൻ നോക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും നീ അന്ന് ചോദിച്ച ഒരു ബബിൾക്കുല, ആ ഒരു ബബിൾക്ക് ഞാൻ നിനക്ക് തരാം, ദയവേറ്റ് നീ ആരോട് പറയല്ലേ എന്നൊന്ന് പറയാ. അത് കേൾക്കുന്ന ടൈം അവനാണെങ്കിൽ തിരിച്ചു വരുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ അവനാണെങ്കിൽ പറയും നീ ആ ഒരു ബബിൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ പറയാണ്ട് നിൽക്കാം, പിങ്കി പ്രോമിസ് ചെയ്യുന്ന പറയേ. അതേ ടൈം അവളാണെങ്കിൽ പറയും ഞാൻ നിനക്ക് ബബിൾക്കം തരും, നീ ആണെങ്കിൽ എനിക്ക് മാത്സ് പറഞ്ഞു തരും, ഡീലല്ലേ എന്ന് ചോദിച്ചിട്ട് അവര് തമ്മിലൊരു ഡീല് വെക്കുന്നുണ്ടാവും.
അങ്ങനെ ഇവളാണെങ്കിൽ ഇതുപോലത്തെ കുരുട്ട് കളി കളിക്കുന്നത് നമ്മളെ ഗു ആണെങ്കിൽ നോട്ടീസ് ചെയ്തിട്ട് അവളോട് നീ ഇങ്ങനെ ഓക്കെ അല്ലേ ചോദിക്കുന്നുണ്ട്. അവർക്ക് അവളാണെങ്കിൽ പറയും ഞാൻ ഭയങ്കര ഓക്കെ ആണെന്ന് പറയൂ. പിറ്റേ ദിവസം തൊട്ടിട്ട് ഇവര് രണ്ടാളും ആണെങ്കിൽ ലഞ്ച് ടൈമിൽ മാത്സ് പഠിക്കാൻ പോകുന്നുണ്ട് അവർക്ക്. അങ്ങനെ രണ്ടാളും ഒപ്പരം 3 ദിവസം പോകുന്ന ടൈം എന്തായാലും എല്ലാവരും നോട്ടീസ് ചെയ്യുമല്ലോ. അതുപോലെ തന്നെ അവിടെയുള്ള വേറെ ചെക്കന്മാരാണെങ്കിൽ ഇതിനെ കൊണ്ട് ഇങ്ങനെ ഗോസിപ്പ് പഠിക്കുന്നുണ്ട് അവർക്ക്. നമ്മൾ എന്ത് നല്ലത് ചെയ്താലും ആരും കാണൂല, പക്ഷെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു കുരുട്ടത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എല്ലാവരും അറിയുമല്ലോ. അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും. അങ്ങനെ ഇവര് രണ്ടാളും ആണെങ്കിൽ നടന്നിട്ട് പോകുന്നുണ്ട് അവർക്ക്. അങ്ങനെ ഇവര് രണ്ടാളും പോകുന്നതാണെങ്കിൽ നമ്മളെ ഗൂന്റെ കണ്ണിലും പെടുന്നുണ്ട് അവർക്ക്. അത് മാത്രമല്ല അതേ ടൈം നമ്മളെ തൊപ്പിയാണെങ്കിൽ നമ്മളെ പെണ്ണെ ചീത്ത പറഞ്ഞോണ്ട് നിൽക്കുന്നതായിരിക്കും. ഇതുപോലെ അടിച്ചിട്ടല്ലായിരിക്കും ചീത്ത പറയുന്നുണ്ടാവുക. നിനക്കെന്നടി ബുദ്ധിയിൽ എത്ര ടൈമാണ് നീ ഇങ്ങനെ മാത്സിൽ തോറ്റുകൊണ്ട് നിൽക്കുന്നത്, അങ്ങനെ ഇങ്ങനെ നോക്കാൻ പറഞ്ഞിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. പക്ഷെ നമ്മളെ ഗൂന്റെ വ്യൂ ആണെങ്കിൽ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അവന്റെ മനസ്സിലൊരു സംശയം ഇല്ലാതില്ലല്ലോ. അതുപോലത്തെ ഒരു സംശയം അവന്റെ മനസ്സിൽ വരുന്നുണ്ടാവുമായിരിക്കും. അത് മാത്രമല്ല അവന്റെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ദേഷ്യമായിരിക്കും. ഇവനെന്തിനാ ദേഷ്യം പിടിക്കുന്നത് എന്നാണ് എന്തെങ്കിലും തുടങ്ങുന്നുണ്ടാ ലവ് ആറ്റും ഉണ്ടാവുക. ഇവര് രണ്ടാളും ആണെങ്കിൽ ഓഫീസിൽ വരിക. അപ്പൊ ഈ ഒരു ചെക്കന്മാരാണെങ്കിൽ ഇവരോട് രണ്ടാളോട് ചോദിക്കും നിങ്ങൾ എവിടെയാ പോയെന്ന്. പക്ഷെ നിങ്ങൾ രണ്ടെണ്ണം ആണെങ്കിൽ 2 ആൻസർ ആയിരിക്കും പറയുന്നുണ്ടാവുക. അതേ ടൈം ആയിരിക്കും നമ്മളെ മാനേജർ പെണ്ണാണെങ്കിൽ എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടാവും. ഒരിക്കൽ ഒരു തെർമൽ വാട്ടർ ബോക്സ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. വാട്ടർ ബോക്സ് അല്ല വാട്ടർ ബോട്ടിൽ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അങ്ങനെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മളെ പെണ്ണിനെ ആണെങ്കിൽ വിളിച്ചിട്ട് പറയും നിനക്കൊരു കാര്യം അറിയാം, ഈ ഒരു ബോട്ടിലിൽ നീ ഫസ്റ്റ് ഗൂന്റെ അടുത്താണ് ടാങ്ക്സ് പറയേണ്ടത്, അവനാണ് നിനക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ബോട്ടിൽ തിരഞ്ഞെടുത്തതെന്ന് പറയേ. അപ്പൊ നമ്മളെ പെണ്ണിന് ഭയങ്കര സന്തോഷമാക്കി. അപ്പൊ അവളാണെങ്കിൽ പറയൂ അത് എനിക്ക് മാത്രം എന്താ ഒരു സ്പെഷ്യാലിറ്റി എന്ന് ചോദിക്കുന്ന ടൈം മാനേജർ ആണെങ്കിൽ പറയൂ നീ ആണെങ്കിൽ അന്ന് ബാത്റൂമിൽ കുറേ ടൈം ഇരുന്നിട്ടില്ലേ, നിനക്ക് ലൂസ് മോഷൻ ആണെന്നുള്ള കാര്യം ഞാനാണെങ്കിൽ നമ്മളെ ബോസിനോട് പറഞ്ഞിന്, അതുകൊണ്ട് അതൊന്നും പറയേ. നമ്മളെ പെണ്ണാണെങ്കിൽ ഭഗവാനെ നാണം കെട്ടല്ലോ, ഈ ഒരു പെണ്ണുങ്ങളെ കൊണ്ട് എന്തൊരു കഷ്ടാന്നുള്ളൊരു അവസ്ഥയിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. പാവം നമ്മളെ പെണ്ണ്. ഇതേ ടൈം ഷീ ആണെങ്കിൽ മാനേജറോട് ചോദിക്കും എടി നിന്റെ അടുത്ത് ഇതുപോലത്തെ പിങ്ക് കപ്പ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ മാനേജർ ആണെങ്കിൽ പറയും എൻ്റെ അടുത്തുള്ളത് മൊത്തം കഴിഞ്ഞ് നീ ആണെങ്കിൽ ഗൂനോട് ചോദിക്കുന്നു പറയേ. അപ്പൊ അവനാണെങ്കിൽ പറയും ഞാൻ ഗൂനോട് ചോദിച്ച് അവന്റെ ടൈമിൽ ഇല്ലാന്ന് പറയും. ഇതേ ടൈം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ചെക്കനാണെങ്കിൽ പറയും എടാ ആ ഒരു പെണ്ണില്ല, അതായത് നമ്മളെ ഡേനെ കാണിച്ചിട്ടാണെങ്കിൽ പറയും ഡേയുടെ ടൈമിൽ ഉണ്ട് എന്ന് പറയേ. അപ്പൊ ഫെയ് ആണെങ്കിൽ ഡേനോട് ഇങ്ങനെ പോയിട്ട് എടി താടി എൻ്റെ ഗേൾ ഫ്രണ്ടിന് കൊടുക്കേണ്ടിയിട്ടാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞോട് നിൽക്കുന്ന ടൈമായിട്ട് തൊപ്പിനെയും പെണ്ണിനെയും കൊണ്ട് ഗോസിപ്പ് പറഞ്ഞു നടന്ന ആ ഒരു ചെക്കനില്ല, ആ ഒരു ചെക്കനാണെങ്കിൽ എന്നിട്ട് പറയും എടാ നീ ഇങ്ങനെ അവളുടെ അടുത്ത് ചോദിക്കില്ല, നീ തൊപ്പീൻ്റെ ആ ഒരു ബോട്ടിൽ നോക്കിയാ അവളെ ഒരു ബോട്ടിൽ നോക്കിയാ ഒന്ന് ടോം മറ്റൊന്ന് ജെറി, അതിന്റെ അർത്ഥം എന്നാ അവർ തമ്മിൽ ഇങ്ങനെ കപ്പിളാന്ന്, നീ വെറുതെ അവരെ പിരിക്കല്ലാന്ന് പറയേ. ഇത് കേൾക്കുന്ന ടൈം നമ്മളെ തൊപ്പിയാണെങ്കിൽ ഇത് ഈ ഒരു സ്റ്റുപ്പിഡ് ഗേളും ഞാനും തമ്മിൽ റിലേഷൻഷിപ്പിലാന്നൊക്കെ പറഞ്ഞിട്ട് എന്തല്ലോ പറയാൻ നോക്കുന്നുണ്ടാവും. ഒരിക്കൽ ആ ഒരു ഗോസിപ്പ് ചെക്കനാണെങ്കിൽ ഇതൊന്നും കേൾക്കാൻ നിൽക്കുന്നുണ്ടാവില്ല. ഇതേ ടൈം ഗു ആണെങ്കിൽ നമ്മളെ ഫെയിൻ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ടാവും. ഇതേ ടൈം നമ്മളെ ഡേ ആണെങ്കിൽ നമ്മൾ തൊപ്പീനാണെങ്കിൽ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണെങ്കിൽ ചോദിക്കും എന്ത് നീ ഇങ്ങനെ സത്യങ്ങളൊക്കെ തുറന്ന് പറയാൻ പോകുന്നതാണോ എന്ന് ചോദിക്കുക. അതേ ടൈം തൊപ്പിയാണെങ്കിൽ പറയും പിന്നെ പറയാണ്ട് അവരെല്ലാവരും നമ്മളെ കപ്പിളാന്നല്ലേ വിചാരിക്കുന്നതെന്ന് പറയുക. അതേ ടൈം അവളാണെങ്കിൽ പറയും നീ എനിക്ക് പ്രോമിസ് ചെയ്തതാ നീ പറയാൻ പാടില്ല എന്ന് പറയുക. അപ്പൊ അവനാണെങ്കിൽ പറയും ഞാൻ പറയാണ്ട് നിൽക്കുക, പക്ഷെങ്കിൽ നീ ആണെങ്കിൽ നിന്റെ കൈമിലത്തെ ആ ഒരു തെർമൽ കപ്പാണെങ്കിൽ ഫേക്ക് കൊടുക്കണം, എന്നാലും മാത്രമേ അവർ നമ്മൾ കപ്പിളല്ല എന്ന് വിചാരിക്കൂ എന്ന് പറയൂ. അതിന് നമ്മളെ പെണ്ണാണെങ്കിൽ ഓക്കെ പറയുന്നുണ്ട്, അവർക്ക് മനസ്സില്ല മനസ്സോടെ ആയിരിക്കും പറയുന്നുണ്ടാവുക, കാരണം ഗൂ കൊടുത്ത കപ്പാണല്ലോ. അല്ലെ ഞാൻ പറഞ്ഞിട്ടില്ലേ അവക്കാണെങ്കിൽ ഒട്ടും മനസ്സിലാത്തത് കൊണ്ട് അവളാണെങ്കിൽ പറയും ഞാൻ ഈ ഒരു കുപ്പി തരണോന്ന് നിനക്ക് അത്ര നിർബന്ധ, ഞാനാണെങ്കിൽ നിനക്ക് ഒരു ഐഡിയോളിന്റെ സിഗ്നേച്ചർ വാങ്ങിത്തരാം, അത് മാത്രമല്ല ആ ഒരു ഐഡിയോൾ മീറ്റിംഗിൽ നിനക്ക് വേണമെങ്കിൽ ആ ഒരു ഐഡിയോളായിട്ട് ഇങ്ങനെ കയ്യും കൊടുക്കാമെന്ന് പറയേ. ഇത് കേൾക്കുന്ന ടൈം നമ്മളെ ചെക്കന് ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മളെ പെണ്ണിനെ ഹഗ് ചെയ്യുന്നുണ്ടാവും. ഒരിക്കൽ ടൈം ഫെയ് ആണെങ്കിൽ ഗൂനോട് പറയും ആ ഒരു പെണ്ണും നമ്മളെ തൊപ്പിയാണെങ്കിൽ റിലേഷൻഷിപ്പിലാണെന്ന് എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞിട്ട് ബാക്കോട്ടേക്ക് നോക്കുന്ന ടൈം ഇവർ രണ്ടാളും ഹഗ് ചെയ്യുന്നത് കാണുന്നുണ്ടാവുക. ഇത് കാണുന്ന ടൈം നമ്മളെ ഗൂന് സങ്കടാവുന്നുണ്ടാവും ഒരിക്കൽ, പക്ഷെ അവനാണെങ്കിൽ ഒന്നും പറയുന്നുണ്ടാവില്ല. ഇതേ ടൈം ഫെയ് ആണെങ്കിൽ പറയും നമ്മളെ ഓഫീസിൽ ഇതുപോലത്തെ റൊമാൻസ് ഒക്കെ എലൗഡ് ആണോ എന്ന് ചോദിക്കുന്ന ടൈം നമ്മളെ ഗു ആണെങ്കിൽ പറയും അത് ഓരോരുത്തരുടെ പേഴ്സണൽ വിഷയമാണ്, അതിൽ നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ വർക്ക് നോക്കുന്നുണ്ട്. അവനാണെങ്കിൽ അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും അവന്റെ മുഖത്ത് നമുക്ക് നല്ലൊരു സങ്കടം കാണാൻ പറ്റൂ. നമ്മളെ പെണ്ണാണെങ്കിൽ വീട്ടിലെത്തിയ പാട് അവക്കാണെങ്കിൽ ഒരു ബോട്ടിൽ കിട്ടിയല്ലോ അതിന്റെ സന്തോഷത്തിൽ നിൽക്കുന്നതായിരിക്കും. ടൈം നമ്മളെ പെണ്ണിന്
പെണ്ണിനാണെങ്കിൽ ഹാന് മെസ്സേജ് അയച്ചോണ്ട് നിൽക്കുന്നതായിരിക്കും. അതായത് നമ്മളെ പെണ്ണിന്റെ മനസ്സിലായൊരു ഗൂന്നായിരിക്കും ഉണ്ടാവുക. അവളാണെങ്കിൽ ഫസ്റ്റ് മെസ്സേജ് വായിച്ചിട്ട് ചിരിക്കുന്ന കാണുന്ന ടൈം നമ്മളെ ഫ്രണ്ട് ആണെങ്കിൽ എന്ത് ചെയ്യും, അവളെ ഫോൺ തട്ടിപ്പറിച്ചിട്ടാണെങ്കിൽ പറയും നിനക്ക് അവൻ വേറൊരു മെസ്സേജും കൂടി അയച്ചിട്ടുണ്ട്, ആ ഒരു മെസ്സേജ് നിനക്കെന്നാ വായിച്ച് കേൾക്കണമെന്ന് ചോദിക്കുക. അവളാണെങ്കിൽ പറയും ഹാ വായിക്ക് എന്ന് പറയും. അപ്പൊ അതിലാണെങ്കിൽ നമ്മളെ ഗൂച്ചക്കൻ, ഗൂ എന്ന് പറയണോ ഹാൻ എന്ന് പറയണോ, രണ്ടും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ ഹാൻ ചെക്കൻ ആണെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് പറയുന്നുണ്ട് ഒരിക്കൽ നാളെ 12 മണിക്ക് നമുക്കൊരു റെസ്റ്റോറന്റിൽ പോകാം, അവിടെ നമുക്ക് ഒപ്പരം ലഞ്ച് കഴിക്കാം. ആ ഒരു കാര്യം ഈ ഒരു ഫ്രണ്ട് പറയുന്ന ടൈം നമ്മളെ പെണ്ണിന്റെ സന്തോഷം ഞാൻ പറഞ്ഞറിയിക്കണ്ടല്ലോ, അവക്ക് ഭയങ്കര സന്തോഷമാകും. അവൻ നമ്മളെ പെണ്ണ് ഗുവാന്ന് വിചാരിച്ചിട്ടാ സന്തോഷപ്പെടുന്നത്, പക്ഷെങ്കിൽ അവക്ക് അറിയില്ലല്ലോ ആരാന്ന്. ഈ ടൈം ഗുവിന്റെ അടുത്ത് ഹാൻ ആണെങ്കിൽ പറയും നാളെ നമുക്ക് ഉച്ചക്ക് ലഞ്ച് കഴിക്കാൻ പുറത്ത് വരണം എന്ന് പറയാ. അപ്പൊ ഗു ആണെങ്കിൽ പറയും എന്നെ കൊണ്ടൊന്നും പറ്റൂല എന്ന് പറയാ. പക്ഷെങ്കിൽ ഹാൻ ആണെങ്കിൽ നിർബന്ധിച്ചോട് നിൽക്കുന്നുണ്ട് അവർക്ക്. അതേ ടീം ഗു ആണെങ്കിൽ പറയും എന്തോ ഒരു ഉടായ്പ പ്ലാൻ ഉണ്ട്, അത് നീ പറഞ്ഞോന്ന് പറയാ. അതേ ടീം ഹാൻ ആണെങ്കിൽ പറയും ഞാൻ സറണ്ടർ ആയി, ഞാൻ ഒരു കാര്യം പറയാം, നിന്നെയാണെങ്കിൽ ഞാൻ നാളെ പുറത്ത് കൊണ്ടുപോകുന്നത് ഒരാളുമായിട്ട് ഡേറ്റ് ചെയ്യിപ്പിക്കേണ്ടിട്ടാണ്, പക്ഷെങ്കിൽ നീ അയാളുമായിട്ട് ഡേറ്റ് ചെയ്യാനേ പാടില്ല എന്ന് പറയൂ. പൂവാണെങ്കിൽ ഇവനിതെന്ത് തേങ്ങ ഭഗവാനെ പറയുന്നെന്ന് വിചാരിച്ചിട്ട് നമ്മളെ ഹാനെ നോക്കുന്നുണ്ടാവും. പിറ്റേ ദിവസം ലഞ്ചിന് പോകണ്ടിട്ട് നമ്മളെ പെണ്ണാണെങ്കിൽ ആ ഒരു സിംഗർ ഗെറ്റപ്പില് അങ്ങനെ ആയിരിക്കും വരുന്നുണ്ടാവുക. അവളെ കൂടെ തന്നെ അവളെ ഒരു ഫ്രണ്ട് അല്ലേ, അവളെ ആന്റി ആയിരിക്കും, ആന്റി ഉണ്ടാവുമായിരിക്കും. അവള് ഭയങ്കര ഹാപ്പിയിൽ നിൽക്കുന്ന അതേ ടൈം ആയിരിക്കും അവളെ കോളേജ് ഗ്രൂപ്പിലാണെങ്കിൽ പറയുന്നുണ്ട്. ഇതിലാണെങ്കിൽ പറയും ഇങ്ങനെ മാത്സിൽ ഫെയിലായ പിള്ളേർക്കാണെങ്കിൽ ഒരു എക്സ്ട്രാ ക്ലാസ് ഉണ്ട്, ആ ഒരു ക്ലാസ്സിന് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ 10 പോയിന്റ് ആണെങ്കിൽ എക്സ്ട്രാ കിട്ടുമെന്ന് പറയുന്നുണ്ട് അവർക്ക്. നമ്മളെ പെണ്ണിനാണെങ്കിൽ ആ ഒരു ക്ലാസ്സിന് പങ്കെടുക്കാണ്ട് ഒരു നിവൃത്തിയില്ല. അവക്കാണെങ്കിൽ ഗൂനിയും കാണണേ, അവക്ക് ഒരു വഴിയില്ലാത്തത് കൊണ്ട് അവളാണെങ്കിൽ അവളെ ആന്റിനോട് പറയും ആന്റി പ്ലീസ് ഒരു കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്യുന്ന പറയുന്നുണ്ട് അവർക്ക്. നമ്മളെ ആന്റി ആണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകും. നമ്മളെ പെണ്ണാണെങ്കിൽ നേരെ നമ്മളെ ചെക്കൻ്റെ ഓഫീസിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അതും നമ്മളെ സിംഗർ ഗെറ്റപ്പിലെ ആ ഒരു ഗെറ്റപ്പിലായിരിക്കും പോകുന്നുണ്ടാവുക. പോകുന്ന ടൈം അവളാണെങ്കിൽ പറയുന്നുണ്ട് അവർക്ക് നിങ്ങളിങ്ങനെ അവനെ പേടിപ്പിക്കൊന്നും ചെയ്യാൻ പാടില്ല, സമാധാനത്തിൽ കാര്യങ്ങൾ സംസാരിക്കണമെന്ന്. എന്നിട്ട് അവളാണെങ്കിൽ പറയും എൻ്റെ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ ഞാൻ അകത്ത് വെച്ച് മറന്നുപോയി, ഞാൻ വേഗം പോയിട്ട് എടുത്തിട്ട് വരുന്നെന്ന് പറയേ. അവളാണെങ്കിൽ അകത്തേക്ക് പോകുന്നത് ആ ഒരു സിംഗർ ഗെറ്റപ്പില്ലേ ആ ഒരു ഗെറ്റപ്പിലായിരിക്കും. ഗൂ ആണെങ്കിൽ ഇവളെ കാണാൻ റെസ്റ്റോറന്റിൽ പോയിട്ടുണ്ടാകും എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇവളാണെങ്കിൽ ധൈര്യത്തിൽ അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ നോക്കുന്ന ടൈം ഗൂ ആണെങ്കിൽ അവിടെ മരം പോലെ നിൽക്കുന്നുണ്ടാവും. അവക്കാണെങ്കിൽ ഒന്നും തിരിയുന്നുണ്ടാവില്ല. ഇനി ഇവളാണെങ്കിൽ അവന്റെ കണ്ണിൽ പെട്ടിട്ട് ഇവളെല്ലാ പ്ലാനും തകരുവോ, അവളും അതായത് നമ്മളെ ഡേയും ഹായും ഒരാളാണെന്നുള്ള കാര്യം നമ്മളെ ചെക്കിന് മനസ്സിലാകോ ഒന്നും നമുക്കറിയില്ല. ഇവന്റെ ചോദ്യങ്ങൾക്ക് ഇവൾ എന്തെല്ലാം കള്ളത്ര പറയാന്ന് വരെ നമുക്ക് അറിയില്ല. അതൊക്കെ വരുന്ന എപ്പിസോഡിൽ കാണേ. അപ്പൊ എല്ലാവർക്കും ബൈ.